ശ്രമിക്കുക. ആശയങ്ങൾ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നിങ്ങൾ പ്രത്യേകം കൂട്ടാക്കണം. അതിനുവേണ്ടി അല്പം ക്ലേശം സഹിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇനി ഈ കോഴ്സ് എപ്രകാരമായിരിക്കുമെന്ന് ഒന്ന് ബോധ്യപ്പെടേണ്ടതിന് വേണ്ടി ഒരു വേദപുസ്തകത്തിലെ സുവിശേഷത്തിലെ ഒരു ഭാഗം നാം പരിശോധിക്കാൻ പോവുകയാണ്. അത് വളരെ സുപരിചിതമായ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നല്ല ശമരിയക്കാരൻ്റെ ഉപമ, ദ പാരബിൾ ഓഫ് ദ ഗുഡ് സമരിറ്റൻ. അതിനിടെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ ഈ കോഴ്സിൽ മലയാളം അത്ര വശമില്ലാത്ത ഏതാനും ആളുകളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷും മലയാളവും അല്പം കലർത്തി ആശയങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. അത് നിങ്ങൾ അതിന് സഹിഷ്ണുത കാണിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ വളരെ പരിചയമാണ് ഈ നല്ല ശമരിയക്കാരൻ്റെ ഉപമ. കുറഞ്ഞ പക്ഷം ഒരു 10-15 പ്രസംഗങ്ങളെങ്കിലും നിങ്ങൾ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും പുതിയതായിട്ട് നമുക്ക് അറിയാനുണ്ടോ? പുതിയ കാഴ്ചപ്പാടിനകത്ത് ഇനി ഇടമുണ്ടോ എന്ന് ന്യായമായും നിങ്ങൾ ചിന്തിക്കും, സംശയിക്കും. അതുകൊണ്ട് ഈ ഒരു ഭാഗം കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച ഈ ഉപമ മനഃശാസ്ത്രത്തിൻ്റെ കണ്ണിൽ കൂടെ കണ്ടാൽ അതിൽ എന്തായിരിക്കും പുതുതായി വെളിപ്പെട്ടു വരുന്നത്? ഇഫ് വി take or adopt a psychological perspective on the parable of the Good Samaritan, what additional insights can be gained from it? ഇതാണ് നാം ഇപ്പോൾ അന്വേഷിക്കാൻ പോകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 25 മുതൽ 37 വരെയുള്ള വാക്യം നമുക്ക് അറിയാം. അവിടെ ഒരു ന്യായശാസ്ത്രി യേശുവിനെ പരീക്ഷിക്കാനായി, യേശുവിനെ മാനം കെടുത്താനായി എഴുന്നേറ്റൊരു ചോദ്യം ചോദിക്കുന്നു. യേശു അവനോടുള്ള സംവാദം നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അവൻ ചോദിക്കുന്നു, എൻ്റെ അയൽക്കാരൻ ആര്? അതിന് ഉത്തരമായിട്ട് യേശു ഈ ഉപമ പറയുന്നു. അപ്പോൾ ന്യായശാസ്ത്രിയാണ്, അവൻ തർക്കോത്തരം പറയാനായിട്ട് മാത്രം വന്നതാണ്. ഈ തർക്കത്തിലൂടെ സത്യം അന്വേഷിച്ച് വരുന്നതല്ല, പിന്നെ സത്യമായവനെ പൊതുവായി അപമാനിക്കാനായി ദുരുദ്ദേശത്തോടുകൂടെ വന്നതാണ്. അങ്ങനെയുള്ള വ്യക്തിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? അവനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നാം ആരോടെങ്കിലും ഇടപെടുമ്പോൾ പ്രാഥമികമായി നാം ചെയ്യേണ്ടത് ആ വ്യക്തിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സാധാരണ അതിനുള്ള ശ്രമം നടത്താറില്ല. മനസ്സിലാക്കാതെ നാം പ്രതികരിക്കുമ്പോൾ അത് കൂടുതൽ പ്രശ്നം വഷളാക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. യേശു അവനെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് അവനെ തന്നെ മനസ്സിലാകത്തക്കവണ്ണം അവനോട് പ്രതികരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു യാത്രക്കാരൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് യാത്രയായി. യാത്രാമധ്യേ കള്ളന്മാർ അവനെ ആക്രമിച്ചു. എല്ലാം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം പിടിച്ചു പറിച്ചു, മുറിവേൽപ്പിച്ചു. അവൻ മരിച്ചുപോയി എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞുപോയി. അങ്ങനെ അവിടെ നിണം മാർന്ന് കിടക്കുമ്പോൾ ഒരു പുരോഹിതൻ അതിലെ വന്നു. അവൻ മുഖം തിരിച്ച് നടന്നുപോയി. പിന്നെ ഒരു ലേവ്യൻ വന്നു, അവനും അപ്രകാരം തന്നെ ചെയ്തു. അതിനുശേഷം ഒരു ശമരിയക്കാരൻ വന്നു. അവൻ്റെ കഴുതയുടെ പുറത്ത് നിന്ന് ഇറങ്ങി ആ മുറിവേറ്റ് കിടന്ന മനുഷ്യന് എണ്ണയും വീഞ്ഞും പകർന്ന് ശുശ്രൂഷ ചെയ്തു. മാത്രവുമല്ല, അവനെ ഒരു സത്രത്തിൽ കൊണ്ടാക്കി അവനെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന പണം കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൽ അധികമായി എന്തെങ്കിലും ചിലവാക്കിയാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. ഇതാണ് ഉപമ. ഈ ഉപമയെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഓക്കെ, ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ 7 പ്രമാണങ്ങൾ, 7 പ്രിൻസിപ്പിൾസ് അവതരിപ്പിക്കാൻ പോവുകയാണ്. ഇത് വളരെ വളരെ ലളിതമാണ്, ഒരു പ്രയാസവും ഇല്ല. നമുക്കറിയാവുന്ന കാര്യങ്ങളൊന്ന് അടുക്കി പെറുക്കിയാൻ പറയുന്ന ഒന്നാണ്. ഒന്നാമത് ആദ്യമായി മനസ്സിലാക്കേണ്ടത്, മതം എന്നത് ഒരു വ്യവസ്ഥിതിയാണ്. റിലിജിയൻ ഈസ് എ സിസ്റ്റം. റിലിജിയൻ ഈസ് എ സിസ്റ്റം. 2, എവറി സിസ്റ്റം ഈസ് പാർഷ്യൽ. എല്ലാ സ്ഥാപനങ്ങളും വ്യവസ്ഥിതികളും ഭാഗികമാണ്, പൂർണ്ണമായതൊന്നുമില്ല. മനുഷ്യൻ നിർമ്മിക്കുന്നതെല്ലാം എപ്പോഴും അപൂർണമായിരിക്കും. 3, ഭാഗികമായ ഒരു വ്യവസ്ഥിതിക്കും വ്യക്തികൾക്ക് അവരുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാൻ സാധ്യമല്ല. No system will grant individuals the freedom to express what is unique
or what is human in them. 4, അതുകൊണ്ട് all systems demand conformity. എല്ലാവരും ഒരുപോലെ ചിന്തിക്കുകയും ഒരുപോലെ പ്രവർത്തിക്കുകയും ഒരുപോലെ പ്രതികരിക്കുകയും ചെയ്യണം. ഇപ്പോൾ യഹൂദനാണെങ്കിൽ ശമര്യക്കാരനോട് വ്യവഹാരം ഉണ്ടാകരുത്, സഹകരിക്കരുത്. അപ്പൊ അതിനകത്തൊരു യഹൂദൻ പറയുകയാണ്, അല്ല, എൻ്റെ ആത്മാവ് എന്നെ വ്യത്യസ്തമായി പ്രേരിപ്പിക്കുന്നു, ശമര്യക്കാരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണെന്ന് പറഞ്ഞാൽ അവനവിടെ നിൽക്കാനൊക്കത്തില്ല. മനസ്സിലായില്ല? അപ്പോൾ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു സിസ്റ്റവും ഒരു സംവിധാനവും വ്യക്തികൾക്ക് നൽകുകയില്ല. 5, ഇങ്ങനെയുള്ള സിസ്റ്റം മനുഷ്യരുടെ വ്യക്തിത്വത്തെ പരിമിതപ്പെടുത്തുന്നു. സിസ്റ്റം സപ്രസസ് ഇൻഡിവിജ്വാലിറ്റി. 6, എല്ലാ സംവിധാനങ്ങളും അവരുടെ താല്പര്യം അനുസരിച്ച് മാത്രമേ വ്യക്തികൾ വളരുവാനും പ്രവർത്തിക്കുവാനും അനുവദിക്കുകയുള്ളൂ. 7, അതിൻ്റെ ഫലമായി ഹ്യൂമൻ ഇൻഡിവിജ്വാലിറ്റി ഗെറ്റ് സപ്രസ്ഡ്. ഇതെല്ലാം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ്. ഇത് ഓരോ ഭാഗവും നിങ്ങൾ നിർത്തി പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ പ്രസക്തി എന്താണ്, ഈ ഒരു യേശു പഠിപ്പിച്ച വളരെ ലളിതമെന്ന് തോന്നാവുന്ന ഈ ഒരു കഥയുടെ അർത്ഥത്തെ വെളിപ്പെടുത്താൻ ഈ മർമ്മങ്ങൾ എത്രമാത്രം സഹായിക്കുന്നു, എത്രമാത്രം അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കാനിടയാണ്. ഇനി രണ്ടാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, ആത്മീയത എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി ഈസ് കമ്മിറ്റഡ് ടു ദ വർത്ത് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. ഇത് നമ്മൾ എപ്പോഴും അവഗണിക്കുന്ന ഒരു കാര്യമാണ്. ആത്മീയതയുടെ ഉദ്ദേശം സ്വർഗത്തിൽ പോവുക എന്നാണ് പരക്കെ ധരിച്ചിരിക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ പഠിപ്പീരുകൾ നിങ്ങൾ അല്പം ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ വില വെളിപ്പെടുത്തുകയും അത് വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് പ്രകടിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിൽ മനുഷ്യന്റെ അവസ്ഥ എന്താണ് എന്നതിനെപ്പറ്റി ഒരു വലിയ ചുമതല ബോധം ആത്മീയതയിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്, യേശുവിൻ്റെ പഠിപ്പീരിലുണ്ട്. മനുഷ്യന്റെ വ്യക്തിത്വത്തെ പരിമിതപ്പെടുത്തുന്ന എന്തിനേയും പൈശാചികമായിട്ടാണ് യേശു മനസ്സിലാക്കിയിട്ടുള്ളത്. യേശു അങ്ങനെയാണ് അവയോട് പ്രതികരിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇനി നാം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയത്തിലേക്ക് വരികയാണ്. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന വ്യക്തികൾ അവരാന്തരികമായി 2 കഷ്ണങ്ങളായി മുറിഞ്ഞു പോകും. ഇൻഡിവിജ്വൽസ് ഗെറ്റ് സ്പ്ലിറ്റ് ഇൻടു 2 പാർട്സ്. ഒന്ന്, അവരുടെ മതപരമായ ജീവിതം അല്ലെങ്കിൽ സഭാപരമായ ജീവിതം. 2, അവരുടെ ലൗകിക ജീവിതം അല്ലെങ്കിൽ ലൈഫ് ഇൻ ദ വേൾഡ്, റിലീജിയസ് ലൈഫ് വേഴ്സസ് വേൾഡ്ലി ലൈഫ്. ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെ അനുഭവം അല്ലെങ്കിൽ അവസ്ഥ നോക്കിയാൽ ഇത് മനസ്സിലാകും. ഞായറാഴ്ച നമ്മൾ എപ്രകാരമുള്ള വ്യക്തികളാണോ അതുപോലെയല്ല ആഴ്ചവട്ടത്തിലെ മറ്റുള്ള ദിവസങ്ങളിൽ. ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ മാറുകയാണ്. അപ്പം അത് നമ്മുടെ വ്യക്തിത്വത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. അതൊരു രോഗമാണ് എന്ന് നമുക്ക് മനസ്സിലാകാത്തതിൻ്റെ കാര്യം എല്ലാവരും അതേ അവസ്ഥയായതുകൊണ്ട് അത് തന്നെയാണ് ആരോഗ്യത്തിൻ്റെ സ്ഥിതി എന്ന് നാം ധരിച്ചു പോയതാണ്. യേശു പറയുന്നത് നിങ്ങൾ ആഴ്ചവട്ടത്തിൻ്റെ എല്ലാ ദിവസവും ശബത്ത് നാളിലും ഒന്നുപോലെ ആയിരിക്കണം. അതാണ് സത്യം എന്ന് പറയുന്നത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ആഴ്ചവട്ടത്തിൽ എപ്രകാരമാണോ അപ്രകാരം തന്നെ ഞായറാഴ്ച എപ്രകാരമാണോ അപ്രകാരം തന്നെ ആഴ്ചവട്ടത്തിലും ആയിരിക്കണം. നിങ്ങൾ ഓന്തുകളല്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തിലൊരു ആധികാരികത, ഒരു സത്യസന്ധത ഉണ്ടാകണം. അതാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ശക്തി എന്ന് യേശുവിൻ്റെ എല്ലാ പഠിപ്പീരുകളും കാണാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ അക്കോർഡിംഗ് ടു ജീസസ് ദി സ്പ്ലിറ്റ് വിതിൻ us ഈസ് അൺസ്പിരിച്വൽ. ഇത് ആത്മീയതയ്ക്ക് കടകവിരുദ്ധമാണ്. പക്ഷെ നമ്മൾ ധരിച്ചിരിക്കുന്നത് നേരെ മറിച്ചാണ്. അപ്പം ഇങ്ങനെ ആയിരിക്കുന്നിടത്തോളം കാലം ലോകത്തോടുള്ള നമ്മുടെ പ്രസക്തി, ആ റെലവൻസ് ടു ദ വേൾഡ് ബിക്കം 0. അതുകൊണ്ടാണ് പുരോഹിതൻ ഒരു മനുഷ്യൻ മുറിവേറ്റ് കിടക്കുന്നത് കണ്ടപ്പോൾ മുഖം തിരിഞ്ഞ് നടന്നു പോയത്. കാരണം ആ ഒരു സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവൻ അറിഞ്ഞുകൂടാ. അപ്രകാരമുള്ള വളർച്ച മാത്രമേ, ബോധവൽക്കരണം മാത്രമേ
പുരോഹിതൻ പ്രാപിച്ചിട്ടുള്ളൂ. ലേവ്യരും അപ്രകാരം തന്നെ. അപ്പോ യേശു പറയുന്നത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അങ്ങനെ ഒരു യഹൂദ മത നേതാവും പറയില്ല. അവര് പറയുന്നത് നിങ്ങൾ യഹൂദ ജനത്തിന്റെ വെളിച്ചമാകണം, നിങ്ങളുടെ വെളിച്ചം മറ്റാർക്കും ലഭിക്കരുത് എന്ന് മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ. യേശു ഇപ്രകാരം പഠിപ്പിക്കുന്നതിന്റെ കാര്യം നമ്മുടെ വ്യക്തിത്വത്തിന്റെ ആധികാരിക യഥാർത്ഥമാകണമെങ്കിൽ നാം ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ മുറിച്ച് 2 കഷ്ണങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഒന്നായി തീർന്ന് നമ്മുടെ വ്യക്തിത്വത്തിൽ ഒരു രോഗസൗഖ്യം ഉണ്ടാകണം. സൗഖ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രോഗശാന്തി മാത്രമല്ല. സൗഖ്യം എന്ന് പറഞ്ഞാൽ എ സ്റ്റേറ്റ് ഓഫ് ബീങ് ഹോൾ. രോഗം ഇല്ലാത്തത് കൊണ്ട് സൗഖ്യമുണ്ട് എന്ന് പറയാൻ സാധ്യമല്ല. യേശു പറയുന്നത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. യുവർ ഫെയ്ത്ത് ഹാസ് മെയ്ഡ് യു ഹോൾ എന്നാണ് പറയുന്നത്. ഹോൾ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എല്ലാം ഒന്നാണ്, പൂർണ്ണമാണ്, നിങ്ങൾ പൂർണ്ണമാണ്. ഇപ്പോൾ ആഴ്ചവട്ടം ഒരു വിധത്തിലും ഞായറാഴ്ച മറ്റൊരു വിധത്തിലും പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഒന്നല്ല, നമ്മൾ രണ്ടാണ്. നമ്മൾ രണ്ടാണെങ്കിൽ ഒന്ന് രണ്ടായിട്ട് കീറി മുറിച്ചതാണ്. അങ്ങനെ കീറി മുറിക്കപ്പെട്ട അവസ്ഥയിൽ നമ്മുടെ വ്യക്തിത്വത്തിന് സത്യസന്ധതയോ ആധികാരികതയോ ഉണ്ടാകുവാൻ സാധ്യമല്ല. അത് ഒരു രോഗമാണ് എന്നാണ് യേശുവിൻ്റെ കാഴ്ചപ്പാട്. ഇനി നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഉപമയെ ഒന്ന് പരിശോധിക്കാൻ ശ്രമിക്കാം. ഇവിടെ ഈ ഉപമയുടെ ബേസിക് പാറ്റേൺ, ഉപമയുടെ ഘടന എങ്ങനെയാണ്, അതിൻ്റെ ദർശനം എങ്ങനെയാണ്, ഇതിൻ്റെ കഥാപാത്രങ്ങളെ യേശു എങ്ങനെയാണ് വിഭാവന ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ പുരോഗതി എങ്ങോട്ടാണ്, അവസാനമായി ഈ ഉപമയിൽ യേശു പറയുന്നത് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. അപ്പൊ കഥയും ന്യായശാസ്ത്രിയുടെ അവസ്ഥയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. അപ്പൊ ഇതാണ് ഇതിൻ്റെ ഘടന. ഒരു ന്യായശാസ്ത്രിയുണ്ട്, അവനെ ചില കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടതുണ്ട്. കാരണം അവൻ ഇപ്രകാരം യേശുവിനോട് യാതൊരു കാരണവുമില്ലാതെ ക്രൂരമായ ദുരുദ്ദേശത്തോടുകൂടെ പ്രതികരിക്കുന്നത് അവൻ്റെ സ്വന്തമായ വ്യക്തിത്വത്തിൻ്റെ ആധികാരികതയിലോ സ്വന്തമായ ഒരു ഉത്തമ വിശ്വാസത്തിലോ ഒന്നുമല്ല. അവൻ്റെ മതത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ, അതിൽ ചുമതല വഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന മതസംവിധാനം പറയുന്നതിനും നിർദ്ദേശിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇതാ ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നു, അത് നമ്മുടെ സിസ്റ്റത്തിന് തട്ടുകേടാണ്, അവനെ ഒതുക്കണം എന്ന ഒരേ ഒരു താല്പര്യത്തിൽ മാത്രം പ്രതികരിക്കുന്ന അല്ലെങ്കിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയെ അവൻ്റെ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന രോഗം എന്താണ് എന്ന് എപ്രകാരമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? How to enable this expert in Jewish law, who perceives himself only as a functionary of the religious system, to realize that he is something more than the part that he is playing. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ഓരോ പാർട്ട്, ഓരോ റോൾ പ്ലേ ചെയ്യുകയാണ്. അതിന് എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫിയിൽ റോൾ പ്ലേയിങ് എന്ന് പറയും. റോൾ പ്ലേയിങ് നമ്മൾ ആരും വ്യക്തിത്വത്തിന്റെ ആധികാരികതയിലല്ല പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് പൊതുരംഗത്തൊക്കെ വരുമ്പോൾ, ഇപ്പോൾ ഒരു അധ്യാപകരാണെങ്കിൽ അധ്യാപകർ എന്ന റോളിൽ നമ്മൾ ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ ആളുകളോട് ഇടപെടും. ഒരു പുരോഹിതനാണെങ്കിൽ അങ്ങനെ, ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ അങ്ങനെ, ഒരു തീവ്രവാദിയാണെങ്കിൽ അങ്ങനെ, ഓരോരുത്തരും ഓരോ റോള് കളിക്കുകയാണ്. അവിടെ ആധികാരികമായ വ്യക്തിത്വം എന്താണെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ, അതറിയാനുള്ള സാവകാശവും അവസരവും അവർക്കില്ല എന്നതൊരു സാർവലൗകികമായ മനുഷ്യന്റെ അവസ്ഥയാണ്. അപ്പോൾ ഈ ന്യായശാസ്ത്രിയുടെ അവസ്ഥ അത് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അവൻ്റെ തന്നെ വ്യക്തിത്വത്തിൻ്റെ സത്യം എന്താണ് എന്ന് എങ്ങനെയാണ് അവനെ ധരിപ്പിക്കാൻ സാധിക്കുക? വളരെ ക്ലേശമേറിയ ഒരു സംരംഭമാണിത്. കാരണം പൊതുരംഗത്താണെന്ന് മനസ്സിലാക്കണം. ഒരു വ്യക്തിയും പൊതുരംഗത്ത് വന്നിട്ട് എൻ്റെ വ്യക്തിത്വത്തിൽ ഏതോ ഒരു പ്രശ്നമുണ്ട് എന്ന് സമ്മതിക്കാൻ ഒരിക്കലും തുനിയത്തില്ല. Everybody will try to defend himself, and in order to defend,
ദ ബെസ്റ്റ് ഡിഫെൻസ് ഈസ് അറ്റാക്ക്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവൻ്റെ തന്നെ വ്യക്തിത്വത്തിൻ്റെ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന രോഗാതുരത മനസ്സിലാകത്തക്കവണ്ണം എപ്രകാരം അവനോട് പ്രതികരിക്കാം എന്നതാണ് ആത്മീയതയിൽ അടങ്ങിയിരിക്കുന്ന സർഗാത്മകത, ക്രിയേറ്റിവിറ്റി. അത് അതിമനോഹരമാണ്. ഓക്കെ, അപ്പോൾ ഈ ന്യായശാസ്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവനെപ്പറ്റി അറിയുന്നത് വ്യക്തിയായിട്ടല്ല, ഒരു പ്രതിനിധിയായിട്ടാണ്. ഹി ഈസ് നോട്ട് ഫങ്ഷനിങ് ആസ് എൻ ഇൻഡിവിജ്വൽ ബട്ട് ആസ് എ റെപ്രസെൻറ്റേറ്റീവ്. ഒരു മത സംവിധാനത്തിൻ്റെ പ്രതിനിധിയാണ്. അപ്പം അതിൻ്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി തയ്യാറെടുപ്പോടുകൂടെ വന്ന വ്യക്തിയാണ്. എന്നാൽ അവൻ അറിയാത്തതും യേശു അറിയുന്നതുമായ ഒരു സത്യമുണ്ട്. അതെന്താണ്? അവൻ ഒരു ന്യായശാസ്ത്രി മാത്രമല്ല, അവനൊരു മനുഷ്യൻ കൂടെയാണ്. പക്ഷെ ആ മനുഷ്യത്വത്തെ വേണ്ടതുപോലെ തിരിച്ചറിയാനും പ്രയോജനപ്പെടുത്തുവാനും അവന് കഴിയാതെ പോകുന്ന അവസ്ഥയിലാണ്. ഇവിടെ മനഃശാസ്ത്രത്തിൽ നിന്നൊരു ചെറിയ തത്വം ഞാൻ അവതരിപ്പിക്കട്ടെ. ഇത് മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ അറിയാനൊക്കത്തുള്ളൂ. മനഃശാസ്ത്രത്തിൽ ഈഗോ എന്നും സെൽഫ് എന്നും രണ്ട് വാക്കുകളുണ്ട്. നമ്മളിപ്പം സ്വയം എന്ന വാക്ക് മലയാളത്തിൽ പറയുമ്പോൾ അത് വ്യക്തമല്ല. ഇംഗ്ലീഷിൽ ഈഗോ എന്നും സെൽഫ് എന്നും രണ്ട് വാക്കുകളുണ്ട്. ഈ ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധ മനസ്സാണ്. എന്തിനെപ്പറ്റിയൊക്കെ നമുക്ക് ബോധമുണ്ടോ, ഇതിനെപ്പറ്റി നമുക്ക് അവയർനെസ് ഉണ്ടോ, അതിൻ്റെ ആകെത്തുകയാണ് നമ്മുടെ ഈഗോ എന്ന് പറയുന്നത്, EGO. എന്നാൽ നമ്മുടെ സെൽഫ് എന്ന് പറയുന്നത് അതിനേക്കാൾ വളരെ വിപുലമാണ്. അത് നമുക്ക് നമ്മെപ്പറ്റി ബോധമുള്ളതും ബോധമില്ലാത്തതുമായ വലിയ വലിയ സാധ്യതകളുടെ ആകെത്തുകയാണ് ഇംഗ്ലീഷിൽ സെൽഫ് എന്ന് പറയുന്നത്. അത് മനഃശാസ്ത്രത്തിൽ അങ്ങനെയാണ്. ഇപ്പം യുങ്ങിയൻ സൈക്കോളജി നിങ്ങൾ പഠിച്ചാൽ അങ്ങനെയാണ്. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നതും പ്രതികരിക്കുന്നതും അവൻ്റെ ഈഗോ മാത്രം വെച്ചിട്ടാണ്. എന്നാൽ ആ ഈഗോയിൽ നിന്ന് വളരെ വളരെ വലുതായ വിപുലമായ ഒരു സെൽഫ് അവനുണ്ട് എന്ന് അവൻ അറിഞ്ഞുകൂടാ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവനിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ there is a split between his ego and his self. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞ അവൻ രണ്ട് കഷ്ണങ്ങളായി, രണ്ട് തുണ്ടുകളായി മുറിഞ്ഞു പോയവനാണ്. അതിലൊരു കഷ്ണമാണ് ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയിൽ കൂടെ നമുക്ക് എപ്പോൾ പ്രതികരിക്കാൻ സാധിക്കുന്നുവോ അപ്പോൾ മാത്രമേ നമുക്ക് ആധികാരികമായ വ്യക്തിത്വം ഉണ്ടാകുകയുള്ളൂ. അത് എത്ര പേർ പ്രാപിക്കാൻ താല്പര്യപ്പെടുന്നു, അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് ഓരോരുത്തരും അവരോട് തന്നെ ചോദിക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് യേശുവിൻ്റെ മുമ്പിലുള്ള ചോദ്യം, ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ, അതായത് ഉള്ളിൽ രണ്ട് കഷ്ണങ്ങളായി തുണ്ടുകളായി മുറിഞ്ഞു പോയ വ്യക്തിയെ, അതിലൊരു കഷ്ണം മാത്രമാണ് താനെന്ന് അടിയുറച്ച് ദൃഢമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ, നീ അങ്ങനെയല്ല, ഇതിനപ്പുറത്ത് വളരെ വിശാലമായ സാധ്യതകൾ നിന്നിൽ തന്നെ ഉണ്ട്, അതനുസരിച്ചും അതും കൂടെ പരിഗണിച്ച് വേണം, അല്ലെ അതിൻ്റെ കൂടെ സ്വാധീനത്തിൽ വേണം നീ കാര്യങ്ങളെ മനസ്സിലാക്കാനും സാഹചര്യങ്ങളോടും വ്യക്തികളോടും പ്രതികരിക്കാനും എന്ന് അവനെ ബോധ്യപ്പെടുത്തുക എന്നതാണ് യേശുവിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് യേശു ഒരു കഥ പറയുന്നത്. എന്തുകൊണ്ടാണ് കഥ പറയുന്നത്? ഈ ന്യായശാസ്ത്രിയോട് ഒരു തർക്കത്തിന് പോയാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, പ്രശ്നം കൂടുതൽ വഷളാക്കത്തേ ഉള്ളൂ. ഒരു കഥ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ശിശുവുണ്ട്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും, അവരെത്ര പ്രായം ചെന്നവരാണെങ്കിലും കഥ കേൾക്കാൻ താല്പര്യമുള്ളവരാണ്. കാരണം നമ്മുടെ ഉള്ളിൽ നാം ശിശുക്കളാണ്. ഇത് ഫ്രോയിഡിയൻ സൈക്കോളജിയിൽ വളരെ ഊന്നലോടുകൂടെ പറയുന്നതാണ്. അതിന് ഫ്രോയിഡ് പറയുന്നത് ദ ഇമ്മോർട്ടൽ ഇൻഫന്റ് വിതിൻ ഈച്ച് ഹ്യൂമൻ ബീങ്. എല്ലാ വ്യക്തികളുടെയും ഉള്ളിൽ അമർത്യമായ ഒരു ശിശുവുണ്ട്. ആ ശിശു ഒരിക്കലും മരിക്കുകയില്ല. ആ ശിശുവിനെ മരിക്കാതെ കാത്തു സൂക്ഷിക്കുക നമ്മുടെ എവരുടെയും കടമയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുവീൻ. നിങ്ങളുള്ള ശിശുവിനെ നിങ്ങൾ മറന്നു കളഞ്ഞു, അത് ഒന്ന് വീണ്ടെടുപ്പീൻ എന്നാണ് യേശു പറയുന്നത്. അപ്പോൾ ഈ കഥയിൽ കൂടെ ഈ ന്യായശാസ്ത്രിയോട് സംവാദിച്ചാൽ മാത്രമേ അവൻ ഇപ്പോഴായിരിക്കുന്ന അവൻ്റെ അവസ്ഥയിൽ നിന്ന് അവനെ വിടുവിച്ച് അവൻ്റെ തന്നെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിപ്പിക്കാൻ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടു പോകുവാൻ സാധ്യമാകുകയുള്ളൂ. ഇനി ഈ ചെറിയ കഥ നമ്മൾ നോക്കുമ്പോൾ രണ്ട് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ഇവിടെയുണ്ട്.
ഇത് വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പുരോഹിതനും ലേവ്യനും അവരെന്ത് ചെയ്തു? അവര് ഇങ്ങനെ ഒരു സാഹചര്യം കണ്ടപ്പോൾ ഒരു മനുഷ്യൻ ഇപ്രകാരം ആവശ്യത്തിൻ്റെ മൂർച്ചയേറിയ അവസ്ഥയിലായിരിക്കുന്നത് കണ്ട മുഖം തിരിഞ്ഞ് നടന്നുപോയി. എന്നാൽ മറ്റൊരു സാധ്യതയുണ്ട്. അതെന്താണ്? അത് ശമര്യക്കാരൻ പ്രതിനിധാനം ചെയ്യുന്നു. അതെന്താണ്? അങ്ങനെയുള്ള ആവശ്യത്തിലിരിക്കുന്ന ആളുകളുടെ സമീപത്ത് ചെന്ന് അവർക്ക് ആശ്വാസം പകരത്തക്കവണ്ണം തന്നാലാകുന്നത് ചെയ്യുക. So there are two completely different responses of which the story is constructed. One is the response of the priest and the Levite. They see a man in need, in dire need. Instead of helping him, they turn their face away and they walk away. But there is another person, the Samaritan, who dismounts his animal, his donkey, goes to the man in need, pours out wine and oil, and ministers to him, then takes him to the inn. ബാക്കി നമുക്കറിയാം. അപ്പം ഇത് രണ്ട് സാധ്യതകളാണ്. നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ലാത്ത കാര്യം, നാം എല്ലാവരും അറിയേണ്ട കാര്യം, ഇത് മനഃശാസ്ത്രത്തിൻ്റെ കണ്ണിൽ കൂടെ മാത്രം നമുക്ക് വെളിപ്പെട്ട് വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പുരോഹിതനും ലേവ്യനും ഒരു വശത്തും ശമര്യക്കാരൻ മറ്റൊരു വശത്ത് നിൽക്കുമ്പോൾ ഇത് രണ്ടും ഈ ന്യായശാസ്ത്രിയുടെ ഉള്ളിലെ അവസ്ഥകളെ സൂചിപ്പിക്കുന്നതാണ്. ഈ ന്യായശാസ്ത്രിയുടെ ഉള്ളിലും ഒരു ഗുഡ് സമരിറ്റൻ ഉണ്ട്, ഒരു നല്ല ശമര്യക്കാരനുണ്ട്. ഈ ന്യായശാസ്ത്രി ഇപ്പോൾ ഈ പുരോഹിതനെ പോലെയും ലേവിനെ പോലെയും പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അവനെപ്പറ്റി മനസ്സിലാക്കുന്നു, ചിന്തിക്കുന്നു, അതിനനുസരിച്ച് ആ ബോധ്യം അനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നു. പക്ഷേ അവൻ്റെ ഉള്ളിലും ഒരു നല്ല ശമര്യക്കാരനുണ്ട്. പക്ഷെ ആ നല്ല ശമര്യക്കാരൻ ഇപ്പോൾ നിർജീവമായി, പ്രവർത്തന ശേഷിയില്ലാതെ, ശോഷിച്ച്, മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം കണ്ടുമുട്ടുന്ന പക്ഷവാത രോഗിയെ പോലെ കഴിയുകയാണ്. അവന് ഒന്ന് ജീവൻ വരുത്തത്തക്കവണ്ണം അവനോട് യേശു ക്രിസ്തു ഇടപെടുന്നു. അപ്പൊ ഈ ന്യായശാസ്ത്രിക്ക് രോഗശാന്തി നൽകുന്ന ഒരു സംഭവമാണ് ഇത് എന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ, അത് മനസ്സിലാക്കത്തക്കവണ്ണം നമ്മളൊരു വീക്ഷണം നമുക്ക് ആവശ്യമാണ്. ഈ ഉപമയെപ്പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ ഉപമയിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തു എല്ലാവരോടും അനുകമ്പയോടുകൂടെ പ്രതികരിക്കാൻ പഠിപ്പിച്ചു എന്നാണ്. അത് മോശമായ കാര്യമാണെന്നല്ല ഞാനീ പറയുന്നത്. പക്ഷെ അതല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു രോഗമുണ്ട്, രോഗബാധിതമായ അവസ്ഥയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ രണ്ട് സാധ്യതകളും നമ്മുടെ ഉള്ളിലായിരിക്കെ അതിലൊരു സാധ്യതയെ നാം ചവിട്ടിത്താഴ്ത്തി ഭാഗികമായി മാത്രം നമ്മെ തന്നെ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയും മനോഹാരിതയും വേണ്ടതുപോലെ വെളിപ്പെടുത്താൻ നമുക്ക് കഴിയാതെ, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിൽ നാം പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഈ നല്ല ശമര്യക്കാരൻ്റെ ഉപമയുടെ ഹൃദയത്തുടിപ്പ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ, അതായത് ഈ പുരോഹിതനും ലേവ്യനും ഒരു ഭാഗത്തും ശമര്യക്കാരൻ മറ്റൊരു ഭാഗത്തും നിൽക്കുന്ന രണ്ട് ഘടകങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. എന്നാൽ നാം ഒരു സിസ്റ്റത്തിനകത്ത് മാത്രം തങ്ങി നിൽക്കുമ്പോൾ ഈ പുരോഹിതനും ലേവ്യനും എന്ന് പറയുന്ന ഘടകം മാത്രമേ നമ്മുടെ ഉള്ളിൽ വികസിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണമായ വളർച്ച പ്രാപിക്കണമെങ്കിൽ ഈ അതിരുകൾക്കപ്പുറത്തുള്ള ലോകത്തോട് നാം ബന്ധം പുലർത്തണം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ 16-ാം വാക്യത്തിൽ സർവ്വലോകത്തോടുമുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ അർത്ഥവത്താക്കുന്നതിനാണ് പുത്രൻ ലോകത്തിലേക്ക് വന്നത് എന്ന് യേശു പറയുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, യേശു എല്ലാ വേർപാടുകളുടെയും നെടുഞ്ചുവരുകളെ ഇടിച്ചു കളഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്: മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കത്തക്കവണ്ണമുള്ള ഒരവസ്ഥയിൽ നമ്മെ തന്നെ കാത്തു സൂക്ഷിപ്പാൻ ഓരോ വ്യക്തികൾക്കും ആവശ്യമുണ്ട്.
കടമയുണ്ട്. നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ കാര്യവിചാരകത്വം മറ്റാർക്കും ഏറ്റെടുക്കാൻ സാധ്യമല്ല. അത് നിങ്ങളുടെ ചുമതലയാണ്. അങ്ങനെ വേണ്ടതുപോലെ നിങ്ങളുടെ വ്യക്തിത്വം വളരുകയും വികസിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. പിന്നെ നിങ്ങൾ ഇങ്ങനെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. പുരോഹിതനെ പോലെയും ലേവ്യനെ പോലെയും കണ്ണടച്ച് അല്ലെ മുഖം ധരിച്ച് നടന്നു കളയുക. അത് ഭയം കൊണ്ടാകാം, അല്ലെങ്കിൽ മടി കൊണ്ടാകാം, എന്തുകൊണ്ടാണെങ്കിലും അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ക്ഷാമത്തെ, പാപ്പരത്വത്തെ വെളിപ്പെടുത്തുന്നതാണ്. ഇതാണ് ഈ ഉപമയുടെ ഹൃദയഭാഗം എന്ന് ഞാൻ ഒന്ന് സൂചിപ്പിക്കട്ടെ. അപ്പോൾ ഈ ഒരു പ്രശ്നം, അതായത് നമ്മളെ ഏവരും ഓരോ സിസ്റ്റത്തിനകത്ത് നിൽക്കുന്നതാണ്. ഇപ്പം ഞാൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് വർക്ക് ചെയ്ത ആളാണ്. അതിൽ അങ്ങനെ ചെയ്ത ചില വ്യക്തികൾ ഈ കൂട്ടത്തിലുണ്ട്. അല്ലാത്തവർ മറ്റ് സിസ്റ്റത്തിൽ, ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ അങ്ങനെയുള്ള സിസ്റ്റം, എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ അങ്ങനെ, ഇപ്പം ബ്യൂറോക്രാറ്റ്സ് ആണെങ്കിൽ അങ്ങനെ, ഓരോരുത്തരും ഓരോ സിസ്റ്റത്തിനകത്ത് പ്രവർത്തിക്കുവാൻ നിർബന്ധിതരാണ്. അത് ഒഴിവാക്കണമെന്ന് ഞാൻ പറയുകയല്ല. എന്നാൽ നാം ആ സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ തന്നെ അതിൽ മാത്രം പരിമിതപ്പെട്ടു പോകാതെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ബഹുതലമായ വികസനത്തിന് പ്രയോജനപ്പെടുന്ന വിധത്തിൽ എന്താണ് പറയുന്നത്, ബൗണ്ടറികൾക്കപ്പുറത്ത്, വേലികൾക്കപ്പുറത്തുള്ള സാധ്യതകളും കൂടെ അറിഞ്ഞ് അനുഭവിച്ച് അതിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സമഗ്രമായ വികസനം പ്രാപിപ്പാൻ, നേടിയെടുക്കാൻ നമുക്ക് ആത്മീയമായ കടമയുണ്ട്. ഞാൻ അടിവരായിട്ട് പറയാൻ താല്പര്യം, ഇതാണ് ആത്മീയത. ആത്മീയത എന്ന് പറഞ്ഞാൽ ഇതാണ്. അങ്ങനെ നാം നമ്മെ തന്നെ വികസിപ്പിക്കുന്നില്ല എങ്കിൽ എങ്ങനെയാണ് നാം ഭൂമിയുടെ ഉപ്പായും ലോകത്തിൻ്റെ വെളിച്ചമായും വളരുവാൻ സാധിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് യേശു പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ, നമ്മുടെ വ്യക്തിത്വത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഈ മുറിച്ച് 2 കഷ്ണങ്ങളാക്കി മാറ്റി വച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് ഏവർക്കും വിടുതൽ പ്രാപിപ്പാൻ ആവശ്യമുണ്ട്. ഈ ന്യായശാസ്ത്രി നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിനിധിയാണ്. നാം അത് മനസ്സിലാക്കുന്നോ ഇല്ലയോ എന്നറിയില്ല. എങ്കിലും പ്രത്യേകിച്ച് മതപരമായ തീക്ഷ്ണതയിൽ കൂടെ നിലനിൽക്കുന്ന ആളുകളുടെ ഏറ്റവും നല്ല പ്രതിനിധിയാണ് ഈ ന്യായശാസ്ത്രി. അദ്ദേഹം നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നമുക്ക് തോന്നിയാൽ തന്നെയും സത്യത്തിൽ നാം ഈ ന്യായശാസ്ത്രിയിൽ നിന്ന് അല്പം പോലും വ്യത്യസ്തമല്ല. അത് അറിയണമെങ്കിൽ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന സഭാ വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വ്യത്യസ്തമായ താല്പര്യങ്ങൾ വെച്ചു പുലർത്തുന്ന വ്യക്തികളോട് നാം എപ്രകാരം പ്രതികരിക്കുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. നമ്മുടെ സഭയിൽ പെടാത്തൊരാൾ ഇങ്ങനെ ഒരു അത്യാവശ്യത്തിലായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഒന്നും ചുമതലയല്ല എന്ന വിധത്തിൽ മുഖം തിരിഞ്ഞ് നടന്നു പോകുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും. അപ്രകാരമുള്ള അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പരിമിതിയെ അല്ലെങ്കിൽ വളർച്ചയുടെ കുറവിനെ സൂചിപ്പിക്കുന്നു എന്ന് ഈ ഉപമയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നാം യേശുവിനെ ഒന്ന് പരിശോധിക്കുമ്പോൾ യേശുവിന് എപ്രകാരമാണ് ഇത് മനസ്സിലായത് എന്നുകൂടെ നാം മനസ്സിലാക്കേണ്ടത്. യേശു ഈ ലോകത്തിൽ വന്നത് അവൻ അഭിഷിക്തനായി വന്നു എന്ന് പറയുന്നുണ്ട്, ദി അനോയിന്റഡ് വൺ. ഇപ്പൊ ക്രൈസ്റ്റ് എന്നതിൻ്റെ അർത്ഥം, ക്രൈസ്റ്റ് എന്നതൊരു പേരല്ല, യേശു എന്നാണ് പേര്. ജീസസ് എന്നതാണ് പേര്. ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ്. ആ വാക്കിന്റെ അർത്ഥം ദി അനോയിന്റഡ് വൺ എന്നാണ്. അപ്പം അയക്കപ്പെട്ടവൻ. യേശു തന്നെ ശിലോഹാം കുളത്തോട് ഉപമിക്കുന്നതായി നമുക്കറിയാം. ദ പൂൾ ഓഫ് സൈലോവാം എന്ന് ഇംഗ്ലീഷിൽ പറയും. അയക്കപ്പെട്ടവൻ. യേശു എന്തിനാണ് ലോകത്തിൽ വന്നത്? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം മനുഷ്യർ അവരുടെ വ്യക്തിത്വ സാധ്യതകളുടെ പൂർണ്ണത തിരിച്ചറിയുകയും അനുഭവവേദ്യമാക്കുകയും ചെയ്യണം. അത് യേശു തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. ഇതേ ഭാഗം കാൾ യൂങ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിലെടുത്ത് വളരെ ഡീറ്റെയിൽഡായിട്ട് പരിഗണിക്കുന്നുണ്ട്. ഈ സബ്ജക്ട്സ് ദ സ്റ്റേറ്റ്മെന്റ് ടു എ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ.
അതിൽ അദ്ദേഹം പറയുന്നത്, അതിനോട് ഞാൻ യോജിക്കുന്നു. കാൾ യുങ് പറയുന്നത്, ഈ സമർത്ഥമായ ജീവൻ എന്ന ഈ പദപ്രയോഗം കൊണ്ട് യേശു ഉദ്ദേശിച്ചത് വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണ വളർച്ചയാകുന്നു എന്നതാണ്. അപ്രകാരമല്ല സാധാരണ നാം മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് സമൃദ്ധമായ ജീവൻ? ഞാൻ ഈ ആശയത്തെ ആസ്പദമാക്കി കഴിഞ്ഞ 3-4 വർഷങ്ങളിൽ രണ്ട് മൂന്ന് വീഡിയോകളെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഈ സമയത്ത്. പക്ഷെ എന്തുകൊണ്ടോ ഇങ്ങനെയുള്ള ആശയങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ പതിക്കുന്നില്ല. അപ്പോൾ സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനായി ഞാൻ വന്നു എന്ന് പറയുന്ന അതേ യേശുവാണ് പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ വ്യക്തിത്വം അപ്രകാരം വളർന്നില്ല എങ്കിൽ എങ്ങനെയാണ് നാം ആ തലത്തിലേക്ക് പ്രവേശിച്ച് അത് സംബന്ധമായ ആ തോതിൽ പ്രവർത്തിക്കുവാൻ നമുക്കിടയാകും? അങ്ങനെ സാധ്യമാകണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയുടെ ഏറ്റവും വലിയ വിലങ്ങുതടിയായി നിൽക്കുന്നത്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആന്തരികമായ വിഭജനമാണ്. ഞാൻ പറഞ്ഞതുപോലെ നാം 2 കഷ്ണങ്ങളായി ഇതാ കീറി മുറിക്കപ്പെട്ടിരിക്കുന്നു. ഞായറാഴ്ച ഒരു കഷ്ണം, ആഴ്ചവട്ടത്തിൽ മറ്റൊരു കഷ്ണം. അപ്പോൾ നമ്മൾ 2 കഷ്ണങ്ങൾ, ഞായറാഴ്ച കഷ്ണം, ആഴ്ചവട്ട കഷ്ണം. ഈ 2 കഷ്ണങ്ങളും കൂടെ ഒന്ന് കൂട്ടിച്ചേർത്ത് ഒരു ഇൻറ്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി, ഇൻവേർട്ട്ലി ഇൻറ്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി അങ്ങനെ വരുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൽ കാര്യമായ രൂപാന്തരം സംഭവിക്കും, ട്രാൻസ്ഫോർമേഷൻ. പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിൻ്റെ മർമ്മത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയത്തക്കവണ്ണം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീരെന്നാണ് പറയുന്നത്. രൂപാന്തരം. ആ രൂപാന്തരത്തിൻ്റെ പൊരുൾ എന്താണ് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. എങ്ങനെയാണ് നാം രൂപാന്തരം പ്രാപിക്കുന്നത്? പലരും അത് ഒരു മാജിക്കൽ ഫോർമുല ആയിട്ടാണ് പറയുന്നത്. അങ്ങനെയല്ല. തികച്ചും 100% എനിക്ക് പറയാൻ കഴിയും, അങ്ങനെയല്ല. നമുക്ക് രൂപാന്തരം സംഭവിക്കണമെങ്കിൽ ഇപ്പോഴിങ്ങനെ 2 കഷ്ണങ്ങളായി 2 തുണ്ടുകളായി കീറി മുറിക്കപ്പെട്ട് ചിതറിക്കപ്പെട്ട അവസ്ഥയിലിരിക്കുന്ന നമുക്ക് ഈ നമ്മുടെ തന്നെ അംശങ്ങളൊന്ന് കൂട്ടിയിണക്കി നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ പ്രാപിക്കാൻ ഇടയാകുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൽ രൂപാന്തരം സംഭവിക്കുന്നു. അല്ലാതെ മറ്റൊരു മാർഗമില്ല. ഇത് യേശുവിൻ്റെ പഠിപ്പീരുകളിൽ കൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന രോഗാതുരത, ദ സിക്നെസ് ഇൻ അവർ കണ്ടീഷൻ ഹാസ് ടു ബി റെക്കഗ്നൈസ്ഡ്. ഇനി ഈ ഒരു അവസ്ഥ, മനുഷ്യൻ്റെ ഈ അവസ്ഥ, ഈ ഉപമയിൽ കൂടെ യേശു വെളിപ്പെടുത്തുന്ന അവസ്ഥ, അത് സാർവലൗകികമാണ്. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഹ്യൂമൻ കണ്ടീഷൻ that Jesus captures in this parable. ലോകത്തിൽ മനുഷ്യരെല്ലാവരും തന്നെ ഇങ്ങനെ ആന്തരികമായി എന്താണ് പറയുന്നത്, ഇന്നർ ഇൻറ്റഗ്രേഷൻ, ആന്തരിക സമഗ്രത പ്രാപിച്ചവരല്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഓസ്കാർ വൈൽഡ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ടായിരുന്നു. വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ആളാണ്. എന്നാലും പുള്ളി പറഞ്ഞൊരു കാര്യം ഞാൻ ഈ തരുണത്തിൽ ഓർക്കാം. അദ്ദേഹം പറഞ്ഞത്, വി ആർ അതർ പീപ്പിൾ. നമ്മൾ വ്യക്തികളല്ല, നമ്മൾ പല ആളുകളുടെ കൂട്ടങ്ങളാണ്. നമുക്കങ്ങനെ വ്യക്തിത്വമൊന്നുമില്ല. പുള്ളി പറഞ്ഞത്, നമ്മുടെ സ്വപ്നങ്ങൾ പോലും നാം മറ്റുള്ളവരിൽ നിന്ന് കടമെടുക്കുന്നതാണ്. നമ്മുടെ വികാരങ്ങളും ആവേശങ്ങളും മറ്റുള്ളവരിൽ നിന്ന് നാം കടമെടുക്കുന്നതാണ്. ഇത് വ്യക്തികൾക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പരാധീനതയാണ്. ഇത് വാസ്തവത്തിൽ ഫിലോസഫിയിലുമുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ റോൾ പ്ലേയിങ്, ഈ ആധികാരികമായ വ്യക്തിത്വത്തിന് പകരം മനുഷ്യൻ ചില നാടകങ്ങൾ അഭിനയിക്കുന്നു, ചില റോളുകൾ അഭിനയിക്കുന്നു. അപ്പോൾ അത് സംബന്ധമായിട്ട് മറ്റൊരു ചിന്തകർ, അതായത് ആർതർ ഷോപ്പനോർ എന്ന് പറയും, അദ്ദേഹം പറയുന്നത്, ഈ ലോകത്തിൽ എല്ലാവരും ഇപ്രകാരം ഭാഗികമായി മാത്രം വസിക്കുകയും അവരുടെ വ്യക്തിത്വം അതുകൊണ്ട് ഈ നാടകം കളിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ആധികാരികമായ വ്യക്തിത്വമുള്ളൊരു മനുഷ്യൻ അവരുടെ മധ്യത്തിലേക്ക് കടന്നു വന്നാൽ അവർക്കത് വലിയ ശ്വാസം മുട്ടൽ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
Arthur Schopenhauer. A man who has authentic individuality will be a source of great discomfiture to ordinary people who live alienated from themselves. ഇപ്പം യേശു ആ കാലത്ത് യഹൂദ ജനത്തിൻ്റെ മധ്യത്തിൽ രംഗപ്രവേശനം ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് മതത്തിൻ്റെ ചുമതലയിലിരുന്ന ആളുകൾ, ഈ ന്യായശാസ്ത്രിയെ പോലുള്ള ആളുകൾക്ക് വലിയ വലിയ തലവേദന ഉണ്ടാകുകയും വല്ല വിധേനയും ഇയാളെ ഒന്ന് ഒഴിവാക്കണം എന്ന് ചിന്തിച്ച് പ്രതികരിക്കാൻ ഇടയായതിൻ്റെ തത്വം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കൂടെ ഈ ഉപമ നമ്മെ സഹായിക്കുന്നതാണ്. അപ്പം നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും മറ്റുള്ളവരുടെ അവസ്ഥകളോട് ആർദ്രതയിൽ പ്രതികരിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മെ വെളിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്, ഒരു പരിഗണനയാണ്. ഇനിയും ഈ ഒരു തത്വം യേശു വ്യക്തികളുമായി ഇടപെട്ട ഏത് സംഭവം നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഉദാഹരണമായിട്ട് സക്കായുടെ കാര്യമെടുക്കുമ്പോൾ സക്കായുടെ ഉള്ളിലും വളരെ ഉദാരമതിയായ ഒരു സാധ്യത, അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ തന്നെ കഷണം നിർജീവമായിരുന്നു. യേശുവിനെ കണ്ടുമുട്ടിയതിൽ കൂടെ എന്ത് സംഭവിച്ചു? ദീർഘനാളായി ഉള്ളിൽ മരിച്ച ശവം പോലെ ഇരുന്ന അവൻ്റെ തന്നെ വ്യക്തിത്വത്തിൻ്റെ ഭാഗം ഉണർന്നെഴുന്നേൽക്കുകയും അത് അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പൂർത്തീകരണത്തിനെ സഹായിക്കുകയും ചെയ്തതോടെ അവനൊരു പുതിയ വ്യക്തിത്വം പ്രാപിക്കുന്നു. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ഞാൻ എനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കും, പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും, ബാക്കിയുണ്ട് ഞാൻ ആടുകയിൽ നിന്നൊക്കെ അനീതിയായി പണം പറ്റിയിട്ടുണ്ടോ അതെല്ലാം ഞാൻ മടക്കി കൊടുക്കും. അവൻ്റെ വ്യക്തിത്വത്തിൽ വന്ന വലിയ മാറ്റം എങ്ങനെയാണ് സംഭവിച്ചത്? മാജിക് കൊണ്ടല്ല, ഒരിക്കലുമല്ല. അവൻ്റെ വ്യക്തിത്വത്തിന് സൗഖ്യം വന്നു. അതുകൊണ്ട് യേശു പറയുന്നു, അവൻ്റെ വ്യക്തിത്വത്തിന് സൗഖ്യം വന്നതുകൊണ്ട് ഈ ഭവനത്തിനും ഇനി സൗഖ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അത്രമാത്രം ശ്രദ്ധേയമായ ഒരാത്മീയമായ മർമ്മമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേണ്ട പോലെ 2000 വർഷം ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടിട്ടും ഇതിൻ്റെ അർത്ഥവ്യാപ്തി, അതിൻ്റെ സാർവലൗകികതയിൽ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ നിരാശാജനകമാണ്. അതുകൊണ്ട് നാം ഈ ഉപമയെ ഈ വെളിച്ചത്തിൽ കാണുമ്പോൾ മനസ്സിലാകും, നാം ഇന്നുവരെ കേട്ടതും മനസ്സിലാക്കിയതും ഒന്നും ഈ ഉപമയുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് മറ്റുള്ള എല്ലാ ഉപമകളെ പറ്റിയും അന്വർത്ഥമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉപമകളെപ്പറ്റി ഘോരഘോരം പ്രസംഗിച്ചാലും മനുഷ്യരുടെ സ്വഭാവത്തിൽ, അവരുടെ വ്യക്തിത്വത്തിൽ യാതൊരു മാറ്റവും വരാതെ പ്രസംഗങ്ങൾ വെറും ശബ്ദകോലാഹലങ്ങളായി മാത്രം നിൽക്കുന്നത്. അതുകൊണ്ട് യേശു അവതരിപ്പിച്ചിട്ടുള്ള ആഴമേറിയ കാഴ്ചകൾ, അറിവുകൾ, മനുഷ്യ സ്വഭാവത്തെപ്പറ്റിയും മനുഷ്യൻ്റെ ഇഹലോക അവസ്ഥയെപ്പറ്റിയുമുള്ള അറിവുകൾ മനസ്സിലാക്കുക മാത്രമല്ല, അത് സ്വാംശീകരിക്കുകയും അതനുസരിച്ച് നമ്മുടെ വ്യക്തിത്വത്തെ പുതുക്കി പണിയുകയും ചെയ്യുമ്പോൾ മാത്രമേ ആത്മീയ വെളിച്ചമുള്ള വ്യക്തിത്വം പ്രാപിപ്പാൻ നമുക്കിടയാകുകയുള്ളൂ എന്നതാണ് ഈ വീഡിയോയിൽ കൂടെ നാം മനസ്സിലാക്കേണ്ടത്. ഇനിയും നമ്മുടെ സാധാരണഗതിയിലുള്ള, പ്രത്യേകിച്ച് സഭാ ആരാധന, നാം ആരാധിക്കുന്നത് ദൈവത്തെയാണോ സഭകളെയാണോ എന്ന ഒരു വലിയ ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സഭയെപ്പറ്റി, സഭയോടുള്ള കൂറ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൽ നീതിപൂർവമായോ സത്യസന്ധമായോ എന്തെങ്കിലും ചെയ്യണമെന്ന് യാതൊരു താല്പര്യവും നമുക്കുണ്ടാകുകയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ നീതിപൂർവമോ സത്യസന്ധമോ ആരെങ്കിലും പ്രവർത്തിച്ചത് കൊണ്ട് നമ്മുടെ സഭയ്ക്ക് എന്തെങ്കിലും ഭൗതികമായ നഷ്ടം വന്നാൽ അങ്ങനെയുള്ളവർ ശത്രുക്കളാണ് എന്ന് മാത്രമേ നാം ചിന്തിക്കുകയുള്ളൂ. ഇപ്പം നമുക്ക് വളരെ വ്യക്തമായൊരു ഉദാഹരണം നമ്മുടെ മുമ്പിൽ ബലൂൺ പോലെ നിൽപ്പുണ്ട്. ഈ ഓർത്തഡോക്സ് യാക്കോബ തർക്കത്തിൽ സുപ്രീം കോടതി വിധിയുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സഹോദരി സഭയുടെ എല്ലാ പള്ളികളും അത് സംബന്ധമായ സ്വത്തുക്കളും ഭൂമിയും എല്ലാം രായ്ക്ക് രാമായണം പിടിച്ചെടുക്കുക, ഏതാണ്ട് 5 ലക്ഷത്തിൽ പരം വരുന്ന ആളുകളെ ആത്മീയമായ അനാഥരാക്കുക, അതിൽ യാതൊരു വേദനയുമില്ലാതെ അത് ചെയ്യുന്നത് ഞങ്ങളുടെ അഭിമാനമാണ് എന്ന് ഒരു കൂട്ടർ ചിന്തിക്കണമെങ്കിൽ അവിടെ ഉള്ളിൽ
സ്ഥിതി ചെയ്യുന്ന നല്ല ശമരിയക്കാരനെ തിരിച്ചറിയാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ലാത്തത് കൊണ്ട് മാത്രമാണ് എന്ന് ഒരു ഉദാഹരണമെങ്കിലും പറയണമല്ലോ എന്നുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇത് ഒരു സഭയുടെ മാത്രം പ്രശ്നമല്ല, എല്ലാ സഭാപ്രേമികളുടെയും സഭാ എരിവുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് യേശു യഹൂദന്മാർ സൃഷ്ടിച്ചു വെച്ച മത സംവിധാനങ്ങളുടെയും ചട്ടക്കൂടുകളുടെയും ഉള്ളിൽ ഒതുങ്ങി നിൽക്കാതെ അതിൻ്റെ വെളിയിൽ വന്ന് മനുഷ്യന്റെ ഇഹലോക അവസ്ഥയോട് വളരെ അടുത്തു ചേർന്ന് താതാത്മ്യം പ്രാപിച്ച് അതിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കി അവസ്ഥകളെ തിരിച്ചറിഞ്ഞ് ഓരോ വ്യക്തിയുടെയും അവസ്ഥകളെ തിരിച്ചറിഞ്ഞ് അതിനോട് പ്രതികരിക്കുന്നതിൽ കൂടെ അവർക്ക് നൽകുന്ന വിടുതൽ എത്ര മനോഹരമാണ്. അതാണ് വാസ്തവത്തിൽ യേശുവിൻ്റെ ആത്മീയതയുടെ സാരാംശം എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഉപമയെ പറ്റിയുള്ള ചിന്ത ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇത് സംബന്ധമായ ചോദ്യങ്ങൾ, സംശയമുണ്ടെങ്കിൽ സംശയം, വിയോജിപ്പുണ്ടെങ്കിൽ വിയോജിപ്പ്, എന്താണെങ്കിലും പൂർണ്ണമായി വെളിപ്പെടുത്തുവാൻ നിങ്ങൾ കൂട്ടാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആശയങ്ങൾ, ഞാൻ പല കാര്യങ്ങളും പെട്ടെന്ന് പറഞ്ഞു പോയി, അപ്പോൾ അതിലെന്തെങ്കിലും വ്യക്തത ആവശ്യമുണ്ടെങ്കിൽ, കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശയം അതിനോട് എതിർപ്പുണ്ടെങ്കിൽ